الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനികളെ, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമുക്ക് ഒരു ഉടമസ്ഥനായ റബ്ബുണ്ട്. ആ റബ്ബ് കണക്കാക്കിയത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവൂ. ഇന്ന് കാണുന്ന ജീവിത റബ്ബ് നമുക്ക് കണക്കാക്കിയതാണ്. ഇത് കഴിഞ്ഞിട്ട് മരണമുണ്ട്. മരണം കഴിഞ്ഞാൽ പിന്നെ വലിയ ജീവിതം നമുക്ക് വരാൻ. ആ ജീവിതത്തിൽ എന്ന് ശാശ്വതമായി ജീവിക്കുന്ന ജീവിതമാണ് വരാൻ പോകുന്നത്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ അടിമത്വം അംഗീകരിച്ച് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു തആല ശാശ്വതമായ സ്വർഗ്ഗവും പ്രതിഫലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അള്ളാന്റെ അടിമത്വം സ്വീകരിക്കാതെ തോന്നിയമായി എനിക്ക് തോന്നിയതൊക്കെ മതം അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അതികഠോരമായ നരകവും ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അവിടേക്ക് വിഭവം സമൃദ്ധമാക്കുന്നതിന് ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ പള്ളിയാക്കുക. അത് പള്ളിയായി പടുത്തുയർത്തുക. അത് ലോകാവസാനം വരെ നിലനിർത്തേണ്ട കർമ്മത്തിൽ നിലനിർത്തുക. അങ്ങനെ നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടവരായി മാറി ആ മഹത്തായ പള്ളി നമ്മളിവിടെ സ്ഥാപിക്കുക. ഇന്ത്യ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുന്ന സംഗതി പള്ളികൾ പൊളിക്കുക, അവിടെ ക്ഷേത്രങ്ങൾ പണിയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ സംഭവ വികാസങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു ഭദ്രത ഉണ്ട്, നിയമപരമായും ഭരണഘടനാപരമായും. അത് എല്ലാ മതക്കാരുടെയും സ്വാതന്ത്ര്യം നിലനിർത്തുന്ന അതനുസരിച്ചുള്ള ഭരണം നമ്മളെ ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യണം, ഉണ്ടാവണം, നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊണ്ടുപോകുന്നൊരു സാഹചര്യം നമ്മളെ നാട്ടിൽ അള്ളാഹു കൊണ്ടുവരുമാറാണ്. അപ്പോൾ അതുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്ന ആളുകൾക്ക്, പള്ളി ഉണ്ടാക്കുന്നവർക്ക് വലിയ കൂലി തന്നെയാണ്. അപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു തആല വഹി അറിയിച്ചതനുസരിച്ച് ഷാമിൽ നിന്നും മക്കയിലേക്ക് തൻ്റെ ഭാര്യയാകുന്ന ഹാജറ ബീവിന് ഇസ്മായിൽ നബിന് പൊളിഞ്ഞാടിയ നൂഹ് നബിൻ്റെ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞ് കേടുവന്ന കഅബത്തിൻ്റെ ഓരത്ത് അള്ളാഹു തആല കൊടുന്നാക്കി, വഹി അറിയിച്ച് കൊടുന്നാക്കി. അങ്ങനെ വഹി കിട്ടി ഇബ്രാഹിം നബി വന്നു. തൻ്റെ ഭാര്യനെയും തൻ്റെ കുട്ടീനെയും ഒരു വട്ടി വെള്ളവും ഈത്തപ്പഴം സാധനങ്ങളൊക്കെ കൂടി ഒരു മരത്തിൻ്റെ തൊട്ട് കഅബത്തിൻ്റെ ഓരത്ത് വെച്ച് കണ്ട് ബഹുമാനപ്പെട്ടവർ തിരിഞ്ഞ് നടന്നു പോയി. ഇത് അള്ളാൻ്റെ ഓർഡറായി. അന്ന് ആ ബഹുമാനപ്പെട്ട നബി ഖലീലുല്ലാഹി തങ്ങൾ മാനസികമായി എത്ര ക്ഷമിക്കണം അള്ളാൻ്റെ ആ നിയമത്തിന്. ഇപ്പോൾ മരുഭൂമിയിൽ തൻ്റെ ഭാര്യനെയും കുട്ടീനെയും കൊടുന്നാക്കി ഒറ്റയ്ക്ക് പോവുകയാണ്, അള്ളാൻ്റെ ഓർഡറാണ്. അങ്ങനെ അവിടെ ഒരാൾ താമസിക്കുമ്പോൾ കയ്യിലുള്ള വെള്ളങ്ങളൊക്കെ തീർന്ന് പറ്റിപ്പോയി. കുട്ടി വെള്ളം കിട്ടാതെ കരഞ്ഞതും ഒക്കെ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടീനെ മരത്തിൻ്റെ തൊട്ട് കെടുത്തി കുട്ടി കരയാണ്, വെള്ളം ചെയ്തു. ഉമ്മാൻ്റെ മരിയിലും പാലില്ല, കാരണം ഉമ്മ വെള്ളം കുടിച്ചെങ്കിലല്ലേ കുട്ടിക്ക് പാലുണ്ടാവുള്ളൂ. അങ്ങനെ സഫാ മലിക്ക് ആണ്ട് പറ്റി, സഫീന്ന് മറുവീക്ക് പറ്റി, മറുവീന്ന് സഫീക്ക് പാഞ്ഞി, സഫീന്ന് വീണ്ടും മറുവീക്ക് തന്നെ പാഞ്ഞി. അങ്ങനെ ഒരു 6-7 പ്രാവശ്യം പാഞ്ഞി. 7-ാം പ്രാവശ്യം മറുവിലെത്തുമ്പോൾ ഒരു അശരീരി കേട്ടു എന്നാണ് ഒരു ശബ്ദം. അപ്പോൾ ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് പറഞ്ഞു, എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇപ്പോൾ സഹായിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞു. അങ്ങനെ കഅബത്തിൻ്റെ അടുത്ത് കരയുന്ന കുട്ടിയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുട്ടി ഇങ്ങനെ കാലിട്ടടിക്കുന്നതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ആ കാലിൻ്റെ ഭാഗത്ത് വലിയ 2 കാല് നിൽക്കുന്നു. മലക്കിൻ്റെ കാലാണ്, മലക്കിൻ്റെ കാലായിരുന്നു ആ കണ്ടത്. അപ്പോൾ കുട്ടിൻ്റെയും മലക്കിൻ്റെയും കാലിൻ്റെ ചുവട്ടിൽ നിന്നാണ് ആ വെള്ളം ചെയ്തിട്ട് അവിടെ ഉറവ് കൊടുത്തത്. അതിൽ ഹാജറ ബീവി പാഞ്ഞു എന്നിട്ട് അത് കെട്ടി നിർത്തിയിട്ട് സം സം ഇത് പോകാൻ പാടില്ല, അവിടെ അടങ്ങി നിൽക്ക് എന്ന് ഹാജറ ബീവി പറഞ്ഞ ആ വാക്കിൻ്റെ വെളിച്ചത്തിൽ ഇന്നും കുറയാതെ യാതൊരു ക്ഷീണമില്ലാതെ ആ വെള്ളം അവിടെ നിലനിൽക്കുകയാണ്. ലോകശാസ്ത്രം തന്നെ ആ വെള്ളത്തിൻ്റെ മുമ്പിൽ തോറ്റു കിടക്കുകയാണ്. എന്താണ് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത?
യൂറോപ്യന്മാർ മദീനയിലേക്ക് പൈപ്പ് ലൈനായി കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു സമയത്ത് ആ പൈപ്പ് ലൈൻ മദീനയിലേക്ക് പൈപ്പ് ലൈൻ വെച്ചിട്ട് ഹറമിൻ്റെ അതിർത്തി വരെ വെള്ളം പോയി. പിന്നെ അവിടെ നിന്ന് വെള്ളം പോയില്ല, ഓട്ടോമാറ്റിക്കൽ പോയില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ നമ്മൾ വിചാരിക്കണ ഇപ്പോൾ കടലിൽ കണ്ടിട്ടില്ലേ, ചെങ്കടലും നീലക്കടലും കൂടി യോജിക്കാതെ ഇങ്ങനെ തമ്മിൽ തട്ടി ആ വെള്ളം ഇങ്ങോട്ടും ചേരുക, ഈ വെള്ളം അങ്ങോട്ടും ചേരും. വെള്ളത്തിനൊക്കെ ഒരു നിർദ്ദേശങ്ങളുണ്ട്, അതനുസരിച്ച് സഞ്ചരിക്കും. അതുകൊണ്ട് അത് നമുക്ക് മഴ തരട്ടെ. നമുക്ക് എല്ലാവർക്കും മഴ സംസം വെള്ളത്തിൻ്റെ കിണറിൻ്റെ പുറത്തെത്തുകൊണ്ട് മഴ വർഷിപ്പിക്കട്ടെ. നമ്മുടെ കിണറുകളിലൊക്കെ നല്ല സുഭിക്ഷമായ വെള്ളം നൽകട്ടെ. കിട്ടിയ വെള്ളത്തിന് 5 വക്ത് ഒളു ചെയ്ത് നിസ്കരിക്കുന്ന സ്വഭാവം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഒരു മാതൃക അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പണിതു. പിന്നെ ബഹുമാനപ്പെട്ടവർ വന്നു, കുട്ടി വലുതായതിന് ശേഷം വന്നു. ബാപ്പയും മകനും കൂടിയാണ് ആ കഅബ പൊളിച്ച് ഉഷാറാക്കി ഇന്ന് കാണുന്ന രൂപത്തിലൊക്കെ അത് പണിത് ജബൽ ഖുബൈസിൻ്റെ മുകളിൽ കയറി ഇത് റബ്ബിനോട് പറഞ്ഞു, അടിച്ചാലേ അത് കണക്ക് വിട്ടു തന്നിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ആ പള്ളിയും ചുറ്റുഭാഗത്തുള്ള പ്രദേശം ഹറമാക്കാൻ അള്ളാഹിനോട് ആവശ്യപ്പെട്ടു. ആ ഇബ്രാഹിം നബിൻ്റെ ദുആ അനുസരിച്ച് ഹറമായി. അതുകൊണ്ട് ഹജ്ജിന് വിളിച്ചത് ഇബ്രാഹിം നബിയാണ്. ഹജ്ജിന് ആളുകൾ ഒരുങ്ങണ സമയമാണ്. നമുക്കൊക്കെ ഇബ്രാഹിം നബിൻ്റെ വിളിച്ച് ഉത്തരം ചെയ്ത് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ പറഞ്ഞു, ആദ്യം പിന്നാസിബിൽ ഹജ്ജ് എത്തുകല്ല. നിങ്ങൾ എന്ത് ചെയ്തോളി, ജനങ്ങളിലേക്ക് ഹജ്ജ് കൊണ്ട് അത് വിളിച്ചു പറഞ്ഞാളി, എന്നാൽ നിങ്ങൾ എത്തിപ്പോലും വരും. ഹജ്ജിന് പോണവർ ഇബ്രാഹിം നബിൻ്റെ അടുത്തേക്കാണ് പോണത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എത്തുക്ക നിങ്ങളെടുത്തേക്ക് വരും. ആ അതിനൊരു അടയാളം ഇബ്രാഹിം നബി നിന്ന് പണിയെടുത്ത് കൊടുത്ത് ഇബ്രാഹിം മഖാം പറഞ്ഞ സുന്ദരമായ ദുആക്ക് ഉത്തരം കിട്ടുന്ന 2 കാലടിയൊക്കെ വെച്ച് അവിടെ പോയി ജലലക്ഷങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാൻ തിരക്കുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്, പള്ളി സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്ഥാപിക്കണവർക്ക് പണിയെടുത്തുണ്ടാക്കുന്നവർക്ക് ഇബ്രാഹിം നബിൻ്റെയും മകൻ ഇസ്മായിൽ നബിൻ്റെയും പദവിയാണ്. ഇത് ചെറിയ പദവിയൊന്നുമല്ല. ഇതിവിടെ ഫണ്ട് കിട്ടിയിട്ടല്ല തുടങ്ങി. ഇത് തവക്കുലാണ്. മടവൂർ CM വലിയുള്ളാൻ്റെ ഉറൂസിൻ്റെ മാസമാണ് ഈ മാസം. ബഹുമാനപ്പെട്ടവരുടെ 34ാമത് ആണ്ടാണ് ഈ നടക്കുന്നത്. അതുപോലെ ഉഹുദ് ശുഹദാക്കൾ ഹംസത്തുൽ കറാർ അവരുടെ മാസമാണ്. അതുപോലെ തന്നെ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ വലിയ മഹാനാണ്. അതുപോലെ കൈപ്പറ്റ അമ്മൂട്ടിയുള്ള പാപ്പ ഷെയ്ഖുന ഓക്കെ ഉസ്താദിൻ്റെ ഒക്കെ കൈപ്പറ്റ ഉസ്താദിൻ്റെ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദാണ് ആര്, ബഹുമാനപ്പെട്ട കൈപ്പറ്റ മമ്മൂട്ടിയുള്ള പാപ്പ. അവരുടെ ആണ്ടായിരുന്നു ഇന്നലെ. 65 വയസ്സിൽ ഒപ്പാത്ത അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവർ വയലു പറഞ്ഞ സ്റ്റേജുമ്മൽ കിളിയമ്മണ്ണിൽ എണ്ണിക്കമ്മത് മുതലാളി വന്ന് ഇരുന്നപ്പോൾ മൂപ്പര് സ്റ്റോളുമ്മക്ക് കാല് കയറ്റി വെച്ചപ്പോൾ ഉടനെ പറഞ്ഞത്രേ, എടാ അത് നിൻ്റെ മുഖത്ത് ഞാൻ കുഫറ് കാണുന്നുണ്ട്. എണ്ണിക്കമ്മത് മുതലാളി നോക്കും. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടും. ഇപ്പോൾ കാഫിറായല്ലോ അവസാനം. അങ്ങനെയാണല്ലോ ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കണം. ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കൊക്കെ അള്ളാഹു നല്ല ബഹുമാനം അള്ളാഹു നൽകട്ടെ. നമ്മളിവിടെ കല്ലിടുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം പുതുക്കി പണിത ആ പണി. അതുപോലെ മുത്തു റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ അവിടെ പള്ളിയാണ് സ്ഥാപിച്ചത്. മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഖുബാ എന്ന് പറയപ്പെടുന്ന മസ്ജിദുൽ ഉസ്സിസ അല തഖ്വ, തഖ്വൻ്റെ മേൽ അടിത്തറമാകപ്പെട്ട പള്ളിയിൽ നിന്ന് ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട പള്ളി മസ്ജിദുൽ ഖുബാ പള്ളിയാണ്. ആ പള്ളി തഖ്വൻ്റെ മേലിലാണ് നമ്മളിവിടെ അടിത്തറമാകാൻ. അതിനാണ് തങ്ങൾ പാപ്പ വന്നത്. ഈ സ്വാലിഹീങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത് ഈ തഖ്വൻ്റെ ഒരു പേരിനല്ല, പെരുമക്കല്ല, പ്രശസ്തിക്കല്ല. ഇത് തഖ്വൻ്റെ മേൽ അടിത്തറമാകപ്പെട്ട പള്ളിയാകാനാണ്. അതിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നല്ല നീയത്തോടു കൂടി ഇതിങ്ങനെ ഒരു സാധനം ഇടണ 1-2 ആൾക്കാർ കുടിച്ചാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും കൂടിയാണ് ഇടുകല്ലേ, അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ബാങ്ക് വയ്ക്കാമ്പത്തും മുക്കിലല്ലേ കൊടുക്കുള്ളൂ. എല്ലാവർക്കും കൂടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കൂട്ടുകാർക്കിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാലും എല്ലാവരും അതിന് ഇജാബത്ത് ചെയ്യും അല്ലേ. ബാങ്ക് കൊടുക്കുമ്പോൾ ഇജാബത്ത് ചെയ്യും, ഇഖാമത്തിന് ഇജാബത്ത് ചെയ്യും, ദ്വാരക്കും. അതുപോലെ നമ്മളൊക്കെ കൂടി ഇങ്ങനെ അടുത്തിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. അടുത്തേക്ക് നിന്ന് നമുക്ക് വിസ്മി അല്ലിക്കാണ്ട് എന്ത് ചെയ്യുക, തങ്ങൾ പാപ്പ അതങ്ങോട്ട് ഇടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വൻ്റെ മേലിൽ അടിത്തറ പാകിയ പള്ളികളെ കൂട്ടത്തിൽ CM വലിയുള്ളാൻ്റെ അതുപോലെ തന്നെ ഈ മഹാന്മാരൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഈ പള്ളി അള്ളാഹു ആക്കി തീർക്കുമാറാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്
ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ചെല്ലുന്ന ബുർദ വ്യക്തി അവർ വഫാത്തായ മാസമാണ്. വലിയ വലിയ മഹത്തുക്കളൊക്കെ വഫാത്തായ മാസമാണ്. നമുക്ക് ഒരു മരണം വരാനുണ്ട്. അള്ളാഹ് നമ്മളെ ആഫിയത്ത് നന്നാക്കട്ടെ, ആഫിയത്ത് അള്ളാഹു ചൊരിയട്ടെ, സിഹത്ത് അള്ളാഹു നൽകട്ടെ. നമ്മളെ നാട്ടിൽ അള്ളാഹ് ശാന്തി സമാധാനം കൊണ്ടുവരട്ടെ, വർഗീയത ഒന്നും അള്ളാഹു കൊണ്ടുവരാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് വലിയ പള്ളിയായി, ഇത് അയ്യൻ്റെ വക്കത്താണ്. ഇതിൻ്റെ എല്ലാ പേപ്പറൊക്കെ ശരിയായല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. ആ വാപ്പൂജി തന്ന സ്ഥലമാണ്. അന്ന് വാപ്പൂജിയും ചെറുശോല ഉസ്താദും കൂടിയാണ് കല്ലിട്ടുണ്ടാക്കിയ പള്ളി. ആ ഒരു പവർ കൊണ്ടാണ് ഇതിന്ന് ഈ രൂപത്തിൽ വലിയ പള്ളിയായി മാറുന്നത്. നമുക്കൊക്കെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ബന്ധപ്പെട്ട് എല്ലാ ഹെൽപ്പും സഹായങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവരും സഹായിക്കണം. ഇത് സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദ നിലനിൽക്കുന്ന പള്ളിയാണ്. ഇവിടെ ബദറീത്ത് ഉണ്ടാവും, ഇവിടെ ബദർ മൗലൂദ് ഉണ്ടാവും, CM ഉറൂസ് ഉണ്ടാവും. അതുപോലെയുള്ള ഉറൂസുകൾ ആണ്ടുകൾ ഈ പ്രവർത്തകരാരെയും മരിച്ചാൽ ഓർക്ക് വേണ്ടി ദുആ ഉണ്ടാവും, തഹ്ലീലുണ്ടാവും, ദിക്റുണ്ടാവും. ഇതെന്നും നമ്മളെ ഖബറിലേക്ക് മുതൽക്കൂട്ടായി മാറും. അപ്പോൾ ഇതിൻ്റെ ഓരോ പദ്ധതികളും ഓരോരുത്തർ ഏറ്റെടുത്ത് ഇത് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരോടും വിവരം പറയും. ഫണ്ടുകൾ വരുന്നതൊക്കെ നമുക്ക് അല്ല ഹലാലായ പണം തരുന്നത്. പള്ളിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഹലാലല്ലാത്തൊരു പലിശപ്പണമൊന്നും നമുക്ക് വേണ്ട. അതിൻ്റെ ഒരു ആവശ്യം നമുക്കോട്ടില്ല. അങ്ങനെ പൈസൻ്റെ ആവശ്യമില്ല നമുക്ക്. അല്ലാഹു തആല നമുക്ക് കിട്ടുന്ന പണം പൂർണ്ണ ഹലാലായ പൈസയാക്കി തരട്ടെ. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു കല്ലുകൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ഒരു കല്ലുകൊണ്ട്, ഒരു ചാക്ക് സിമൻ്റ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഒരു പില്ലർ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കഴിയുന്നതൊക്കെ ഇത് തീരോളം നമ്മൾ കൂടെ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ധർമ്മമായി അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ ഉമറാക്കളും പല സ്ഥലത്തിൽ ദിക്കുകളിൽ നിന്ന് വന്ന ഉമറാക്കളും പലരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നരായ തങ്ങൾ പാപ്പ അതെന്ത് ചെയ്യണം, ബിസ്മില്ലി കല്ലിടുകയാണ്. സയ്യിദ് മുത്തുപോയ തങ്ങൾ ഐദുറൂസി റാത്തീബ് എന്നാണ് കണ്ണിയത്ത് ഉസ്താദ് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഐദുറൂസി ഇത് രണ്ടാം കൂടി കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ദറജ അല്ലാഹ് ഏറ്റട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട OK ഉസ്താദിൻ്റെ ദറജ അല്ലാഹ് ഏറ്റട്ടെ. ഉസ്താദിൻ്റെ ദറജ അല്ലാഹ് ഏറ്റട്ടെ. CM വലിയുള്ളാൻ്റെ ദറജ അല്ലാഹ് ഏറ്റട്ടെ. വടകര മുഹമ്മദ് ഹാജി പാപ്പാൻ്റെ ദറജ അല്ലാഹ് ഏറ്റട്ടെ. അതുപോലെ കരിങ്കപ്പാറ ഉസ്താദ്, അതുപോലെ മമ്മൂട്ടി വലിയൊരു പാപ്പ, മറ്റേ കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദ്, അവരൊക്കെ ദറജകൾ അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ കൂടുതൽ ഇവരെ ബാപ്പ ഉമ്മ ഞങ്ങളൊക്കെ ബാപ്പാർ ഉമ്മാരൊക്കെ മരിച്ചുപോയി. ഓലൊക്കെ ഇങ്ങനെ സയ്യിദന്മാർ സാദാത്യങ്ങൾ ഓലങ്ങനെ മുത്തുനബിൻ്റെ കുട്ടികൾക്ക് പോയി എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റിയ ആൾക്കാരാണ്. നമുക്കൊരു സന്തോഷമുണ്ട്. തങ്ങൾ ബാപ്പ എന്ന് ഒറ്റക്കാട് പോകുമ്പോൾ വെറുതെ വിടുന്നില്ല, മനസ്സിലായ. അപ്പോൾ അള്ളാഹു തആല നമുക്ക് കൈമ തൂങ്ങിയിട്ടെങ്കിലും രക്ഷപ്പെടണം. അള്ളാഹു നമുക്ക് ആ സ്നേഹം ബന്ധമൊക്കെ നിലനിർത്തി രക്ഷപ്പെടാനുള്ള കാര്യകാരണങ്ങളായി അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. പിന്നെ ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്യുന്ന 100 മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. ചായ ഉണ്ടാക്കാൻ, പലഹാരം ഉണ്ടാക്കാൻ, അത് കൊടുക്കാൻ, ഇവിടെ തണലുണ്ടാക്കാൻ എല്ലാം നമുക്ക് ഒത്താശകൾ ചെയ്യുന്ന 100 ആളുകൾ ഇതിൻ്റെ വേക്കിലുണ്ട്. ഓൽക്കൊക്കെ അള്ള ബർക്കത്ത് കൊടുക്കട്ടെ. ചെയ്താൽ വിജി വലിയ പ്രശസ്തിയൊക്കെ നേടാൻ നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. പെരുന്നാൾക്ക് മുമ്പ് ICUലായി നടത്തും. അപ്പം അങ്ങനെ 5 വലിയ ബേജാറായിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു തആല ഓലെ കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഇനിയും ഇവിടെ നമുക്ക് കിട്ടാണ്ട്. ഓലൊക്കെ ജീവിച്ചിരിക്കൽ ഇനിയും നമുക്ക് ആവശ്യമാണ്. ഓലൊക്കെ ജീവിച്ചിരിക്കണം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് എല്ലാ രോഗം. നമ്മുടെ സാബുവിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി വലിയ രോഗത്തിലാണ്. അല്ലാഹു ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ആ രോഗം അല്ലാഹു ശിഫയാക്കി. അങ്ങനെ ഒരുപാട് രോഗികൾ ഇവർക്കൊക്കെ അല്ലാഹു ശിഫ കൊടുക്കട്ടെ. നമ്മളൊക്കെ മാനസിക, ശാരീരിക, സാമ്പത്തിക, കുടുംബപരമായ പല പ്രശ്ന പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എല്ലാം അല്ലാഹു ഈ പള്ളിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പരിഹരിക്കട്ടെ. നമ്മളിന്ന് ഈ കൊല്ലം നമ്മൾ ഇന്ത്യയിൽ നല്ലൊരു റാഹത്തുള്ള അവസ്ഥ ഇതിൻ്റെ ഈ കല്ലിടലിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കൊണ്ടുവരട്ടെ. ഇത് നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ പള്ളിയാക്കി തരണം. മുത്തുനബിൻ്റെ മദതുള്ള പള്ളിയാക്കണം. ഞങ്ങളൊക്കെ പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങളൊക്കെ നീ പൊരുത്തപ്പെടണം. അല്ലാഹ് നിൻ്റെ തുർക്കുതിയിലാക്കണം. നിങ്ങളെ വല്ലാതെ വെയിലുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല, ബുദ്ധിമുട്ടാക്കുന്നില്ല. വെയിലൊക്കെ ഒന്ന് കൊള്ളണം. വിറ്റാമിൻ D
കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വെയിൽ കൊള്ളാത്തത് രോഗത്തിൻ്റെ ഒരു കാരണമാണ്. ഇപ്പോൾ ആരോഗ്യശാസ്ത്രം ഞാൻ ബാങ്കുകാരന് സമയം കിട്ടുന്നില്ല. അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിലൊക്കെ ബർക്കത്ത് ചെയ്യണം, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. എന്നാൽ ഞാൻ ഇടാനുള്ള മെറ്റലോ റെഡിയാക്കിയിട്ടില്ല. എല്ലാവരും നമ്മൾ പോക്കരാക്ക സുഖജാലം ഉള്ളത് അള്ളാഹു പൂർണ്ണ ശിഫ അള്ളാഹ് കൊടുക്കട്ടെ. സലാമത്ത് പുത്തൻപേരിയിലാണ് ഉസ്താദ്മാർക്കുള്ള ചായ ഒക്കെ ഉള്ളത്. അള്ളാഹു താല ആ ചായയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ ചായയും ഭക്ഷണങ്ങളും ഇത് കയ്യോളം ഇതിൻ്റെ മുന്നിലും പിന്നിലും രാത്രിയും പകലൊക്കെ ഉണ്ടാകണം. ആരും പ്രത്യേകമായിട്ട് വിളിച്ചാൽ ഇതിൽ ലീഡർമാരൊന്നുമില്ല. അസീസ് ഉസ്താദ് ഇതിൻ്റെ പ്രത്യേക ലീഡറാണെന്നൊന്നും എന്ത് ചെയ്യേണ്ട. പിന്നെ മൂപ്പർക്ക് കൊണ്ട് കഴിയുന്ന ഒരു സിനിമത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹു ബർക്കത്തിലാകട്ടെ, റാഹത്തിലാകട്ടെ. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ചെയ്തു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ അതിങ്ങോട്ട് ഇട്ടല്ലേ ഒരു പാർട്ടിയാവില്ല എല്ലാവരും إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الله أكبر قوة إلا بالله العلي العظيم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. آمين. حمدا يوافي نعمه ويكافئ مزيده. آمين. يا ربنا لك الحمد كما ينبغي لجلال وجهك آمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أبدا. آمين. صلاة دائمة بدوام ملك الله. آمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وتنال الخواتم والحسن ونام به على آله وصحبه في كل لمحة ونفس بمعلوم اللهم اغفر لكل أمة بما خلقنا وما صليناه وما سلمنا بعد القبول منا إلى حضرة نبينا شفيعنا مصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وذرياته وأهل بيته وصحابه وأزواجه إلى حضرات صحابه البدريين واليمنيين والمتقين وإلى حضرات سائر الصحابة والقرابة كلهم أجمعين إلى حضرة النبي إبراهيم عليه السلام إلى حضرة النبي إسماعيل عليه السلام وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أرواح وإلى حضرات أرواح من نبيناهم وقصدناهم وإلى حضرات مشايخنا ومشايخ مشايخنا وإلى حضرات أساتذتنا وأساتذة أساتذتنا وإلى حضرات ملائكة الله كلهم أجمعين وإلى حضرات أهل الخير كلهم أجمعين يا رب العالمين.
اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم وبكراماتهم بارك في كل أمورنا لا سيما في أمرنا هذا اللهم بارك في أمرنا هذا اللهم بارك في أمرنا هذا اللهم وفقنا لإتمام هذا البناء مع الراحة والسلامة يا رب العالمين اللهم وفقنا لإتمام هذا المسجد آمين بحقوق هؤلاء الشرفاء الكرماء المذكورين يغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأقاربنا ولأحبابنا ولمن له حق علينا ولمن ساعدونا ولجميع المؤمنين والمؤمنات وسلمنا وإياهم من آفات الدارين وارزقنا وإياهم سعادة الدارين اللهم حسن مرادنا ومرادهم وسهل أمورنا وأمورهم علم مطالبنا ومطالبهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين سبحان ربك അൽഹംദുലില്ലാ നമുക്ക് എല്ലാ വിഷയത്തിനും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്ന നിൽക്കുന്ന അല്ലാഹു ദുആകളൊക്കെ കബൂലാക്കി അല്ലാഹു റാഹത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ് എന്നോടും നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതുമായി നമ്മളെല്ലാവരും ഇത് പൂർത്തിയാവുന്നവരെ പിന്നെയും നമ്മളെല്ലാവരും എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെടണം അല്ലാഹു അതിനുള്ള തൗഫീഖ് ഉസ്താദ് പറഞ്ഞ പോലെ എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യുന്നത് ആ നിലയ്ക്ക് എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാവണം പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് നമ്മളെ ഈ ഹൈവേൻ്റെ വിഷയം വന്നപ്പോഴാണ് നമുക്ക് പൊളിക്കേണ്ടി വന്നത് മാത്രമല്ല ഞങ്ങളെല്ലാം കൂടി ഒരു ചെയ്യാറത്തിന് ഒരു പ്രാവശ്യം വന്നപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നുണ്ടാക്കാനും എല്ലാവർക്കും കൂടി നിൽക്കാനും കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അത് അൽഹംദുലില്ലാ ഇവിടെ ഹൈവേൻ്റെ അടുത്താവുമ്പോൾ നമുക്കൊരു സൗകര്യപ്പെടുന്ന നിലക്കാവുമ്പോൾ അതും കൂടി ഒരു ആവശ്യം തന്നെയാണ് അതോടൊപ്പമാണ് അതിൻ്റെ പണി വന്നത് അവർ കാരണം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി പെരുമാറാവാണ് അൽഹംദുലില്ലാ നമ്മൾ പേര് വെച്ചിക്കണം CM വലിയുള്ളാൻ്റെ പേരാണല്ലോ CM വലിയുള്ളാൻ്റെ ആണ്ടാണ് ഉസ്താദ് അവർ പറഞ്ഞ പോലെ എന്നാൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ഉറൂസ് നമ്മളിവിടെ വെച്ചിരിക്കണം 30-ാം തീയതി കേൾക്കുന്നുണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവളഞ്ചന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കെടുക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ 30-ാം തീയതിയാണ് അള്ളാഹു തആലക്ക് കബൂലാക്കി തരുമാറാവട്ടെ അള്ളാഹു നമ്മളെല്ലാ സഹീകളും നമ്മളെല്ലാ അധ്വാനങ്ങളും അള്ളാഹു കബൂലാക്കി നമ്മളെല്ലാ ഹൈറായ ദുആകളും അള്ളാഹു തആല സ്വീകരിക്കട്ടെ ഇസ്സത്തോടുകൂടി അള്ളാഹു വേദ പൂർത്തിയാക്കി തരുമാറാവട്ടെ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി നന്നാവാനുള്ള ഒരു സ്ഥലമാണ് പള്ളി. നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും. ആ പള്ളിയിൽ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മളെ പള്ളി അള്ളാഹു പൊരുത്തപ്പെട്ട പള്ളികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഹൈവേയുടെ വക്കിൽ കഴിയുന്ന സൗകര്യത്തോടു കൂടി നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന സേവനത്തിൽ ഏറ്റവും വലിയൊരു സേവനമായിരിക്കും അത്. പ്രത്യേകിച്ച് ഈ പള്ളിയിൽ ഇപ്പോഴും ആളുകൾ ഇവിടെ ഇങ്ങനെ വന്ന് തിരിഞ്ഞാണ് വണ്ടിയിട്ട് പഴയ പള്ളീൻ്റെ ഓർമ്മയിൽ. ചിലവരൊക്കെ ദൂരക്കാരൊക്കെ പണ്ട് നിസ്കരിച്ച പരിചയത്തിൽ ആ പള്ളി ഇപ്പോൾ എവിടെ നോക്കിയിട്ട് ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചെന്ന് കാണാം. അങ്ങനെ യാത്രക്കാരായ ആളുകളൊക്കെ മനസ്സിൽ പതിഞ്ഞ ഒരു മഹത്തായ പള്ളിയാണ് നമ്മളെ CM മസ്ജിദ്. CM വലിയുള്ളാൻ്റെ ബർക്കത്ത് കൊണ്ട് അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ എത്ര പില്ലറുണ്ട്? പള്ളിക്ക് 9 പില്ലറുണ്ട്. ഒരു പില്ലറിനൊട്ടൊരു ചെലവ് വരുമോ? എഞ്ചിനീയർ ഇവിടെ ഇല്ലേ? ഒരു സുമാർ പറഞ്ഞാൽ മതി. കമ്മി വരും വേണ്ട. ഫുള്ള് 4.5 മീറ്റർ. 75 ഉറുപ്പ്യ വരും. 4.5 മീറ്റർ നീളത്തിൽ ഒരു ഫില്ലർ തട്ടടക്കം അല്ലേ? തട്ടടക്കം ഒരു ഫില്ലറിന് 75,000 രൂപ വരും. നമുക്ക് ഒരു ബിസ്മിയല്ലേ ആരെങ്കിലും ഞങ്ങൾ പാപ്പ അവിടെ ഉണ്ട്. നല്ല ദിവസമാണ്, നല്ല ദിനമാണ്, നല്ല എല്ലാം കൊണ്ടും മുത്തബറക്കായ സമയമാണ്.
ഒരു ഫില്ലറിൻ്റെ പൈസ നിങ്ങൾ ഗഡുക്കളായിട്ടോ ഒരു ഫില്ലർ അൽഹംദുലില്ലാ അസീസുലിയറെ എളാപ്പ അല്ലേ എളാപ്പല്ലേ എളാപ്പ അള്ളാഹു ഉപ്പാൻ്റെ ഖബറ് സ്വർഗ്ഗമാക്കട്ടെ എളാപ്പാർക്കൊക്കെ ഉള്ള റാഹത്ത് കൊടുക്കട്ടെ. ഒരു ഫില്ലർ എളാപ്പ തരാമെന്ന് പറഞ്ഞു. ഒരു 9 ഫില്ലറാണ് നമുക്ക് വേണ്ടത്. അൽഹംദുലില്ലാ ജാരിയായ പരലോകത്തേക്ക് ഖബർക്കും മഹ്ശറിക്കും ഒക്കെ റാഹത്തായ ഒരു വലിയ ധർമ്മമായി അള്ളാഹു ആക്കി കൊടുക്കട്ടെ. അബ്ബാസ് അൽഹംദുലില്ലാ അബ്ബാസ് സാഹിബ് ഒരു ഫില്ലർ അൽഹംദുലില്ലാ അള്ളാഹു പറഞ്ഞോളിട്ട് 9 ഉള്ളൂ, ഇനി 7 ഉള്ളൂ കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹ് സന്തോഷം നൽകട്ടെ, അള്ളാഹു എല്ലാ മുറാദുകളും അള്ളാഹ് വീട്ടിൽ കൊടുക്കട്ടെ. ഇപ്പം നമുക്ക് മനസ്സിൽ ഉൾക്കൊണ്ട ഒരു ധർമ്മമാണ് ഇതിപ്പോൾ. ശരിക്കും കൃത്യമായി ഇവിടെ നടക്കും, പള്ളിയായിട്ട് തന്നെ വരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, റാഹത്ത് നൽകട്ടെ. 2 ഫില്ലറായി അൽഹംദുലില്ലാ. മൂന്നാമത്തെ ഫില്ലറൊന്ന് നമ്മളെ അബൂക്കറാജി, നമ്മളെല്ലാ പദ്ധതിയിലും പങ്കെടുക്കുന്ന സഹോദരനാണ്. നമ്മളൊക്കെ കീശയിൽ കൈയിട്ട് പൈസ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് അവരൊക്കെ പണം. നമുക്ക് സ്വാതന്ത്ര്യമുള്ള പണം ഇല്ലാത്ത കമ്മിയുള്ള പ്രശ്നങ്ങളുള്ളൂ. അവരൊക്കെ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എന്തുണ്ടെങ്കിലും നമുക്ക് ഒരിക്കൽ തന്നാൽ പിന്നെയും ചോദിക്കാം, ആയിക്കോട്ടെ ആചാര്യങ്ങൾ കുറച്ചുകൂടി തരീന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന, എപ്പോഴും തരുന്ന, തന്നില്ലെങ്കിൽ ഓൽക്കന്നെ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ എന്ന് വിഷമമുണ്ടാകുന്ന ആളുകളാണ്. അള്ളാഹു പോലെ UAE ഉള്ള ബിസിനസ്സിൽ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അതുപോലെ ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ആ ബർക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇപ്പം എത്രണ്ണായി? 3 എണ്ണമായി അൽഹംദുലില്ലാ. സുലുസായി, 3-ൽ 1ആയി. ഇനി ഒരു 6 എണ്ണം കൂടി വേണം, 6 ഫില്ലറും കൂടി. 75,000 റുപ്യയാണ് 4.5 മീറ്റർ ഫില്ലറിന്. അൽഹംദുലില്ലാ. ആരെങ്കിലും പറയണ്ട ഒരു ഫില്ലറിൻ്റെ കാശ്? നിങ്ങൾക്ക് അര പറയട്ടെ, അര ഫില്ലറിൻ്റെ പൈസ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏതായാലും നിങ്ങളെ കൽബിന് ഒരു തുടക്കം കുറിക്കുക എന്നുള്ള നിലക്ക് ഇവിടുന്ന് എന്ത് ചെയ്തതാണ്? തുടക്കം കുറിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയിക്കോട്ടെ. നമ്മൾ അത്തുഹാജി തറൻ്റെ പണി നിങ്ങൾ തുടങ്ങിക്കോളി, തറൻ്റെ പണി ഞാൻ ചെയ്തു തരണ്ടെന്ന് അത്തുഹാജി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സിഹത്ത് നൽകട്ടെ. നമ്മളെ കൂടെ എല്ലാ വിഷയത്തിലും എന്നും എപ്പോഴും എന്തു പറഞ്ഞാലും പങ്കെടുക്കുന്ന, കാര്യം മനസ്സിലാക്കി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അത്തുഹാജി. അള്ളാഹു അവരെ ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, ഈമാനിൽ ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, സമ്പത്തിൽ അള്ളാഹ് ബർക്കത്ത് കൊടുക്കട്ടെ, മറ്റുള്ള എല്ലാ വിഷയത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അപ്പോൾ അടിയിൽ തറൻ്റെ പണിൻ്റെ കാശ് അത്തുഹാജി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ തറയും അതുപോലെ ഫില്ലറുകൾ 3 എണ്ണത്തിൻ്റെ കാശും ആയിക്കൊണ്ടിരിക്കണം. ഇനി ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് പറയാൻ. 9 മീറ്റർ ഫില്ലറിനാണ് 75 റുപ്യ അല്ലേ? 9 മീറ്റർ ഫില്ലറിനാണ് 75,000 റുപ്യ. 4.5 മീറ്ററിനല്ല, 4.5 മീറ്റർ ഒന്നാണ്. 9 മീറ്റർ ഫില്ലറിനാണ് 75,000 റുപ്യ. അപ്പോൾ അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, സന്തോഷമാക്കട്ടെ. എല്ലാ ഫണ്ടുകളൊക്കെ നല്ല ദ്വാരക്കണം. അള്ളാഹുദിനോട് തഹജ്ജുദ് സ്കരിച്ചു, സുബഹി സ്കരിച്ചൊക്കെ ദ്വാരക്കുമ്പോൾ നിങ്ങളൊരു പദ്ധതിയായിട്ട് ഇത് നമ്മളെ പദ്ധതി അത് പൂർത്തിയാകണം എന്ന നെയ്യത്തോടു കൂടി നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി ദുആ ചെയ്യണം. 3000 കല്ല് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പേര്? ഇപ്പന് കാക്ക, അയൽവാസിയാണ്. അള്ളാഹു മുപ്പർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, ഖൈറ് ബർക്കത്ത് അള്ളാഹു ചൊരിയട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണം അല്ലാ. 25 ചാക്ക് സിമൻറ്റ്. എന്നാൽ ഞാൻ അങ്ങനെ പറയണ്ട, ഞാൻ ഫില്ലർ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിയുന്നത് ഇപ്പം പറ്റണത് പറയാം, പിന്നെ പറ്റണത് പിന്നെ പറയാം. എന്താണെങ്കിലും നമ്മളൊക്കെ തന്നെ പൂർത്തിയാക്കി കണ്ടി വരും. അള്ളാഹു എല്ലാവിധ ആളാപ്പ പറയുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒമക്ഷപ്പോയ ഒരു സുന്ദരമായ പള്ളിക്ക് അവരെ പാരമ്പര്യമായിട്ട് 100-ലധികം കൊല്ലം പഴക്കമുള്ള വലിയ ഒരു പള്ളി, വലിയ മഹത്തുക്കളൊക്കെ CM വലിയൊക്കെ വന്നിരുന്ന
ഒരു പള്ളിയും നമുക്ക് വിട്ടുതരികയും അങ്ങനെ അൽഹംദുലില്ലാ അവരൊക്കെ കൂടി തന്നെയാണ് അവിടെ അത് ഞങ്ങൾ വിശാലമായ സ്ഥലം ഇവരെ ജ്യേഷ്ഠനും അവരും ഒക്കെ കൂടി തന്ന് അതിന് പൈസകൾ തന്ന് പെരുമ്പളൊക്കെ ഉസ്താദന്മാർക്ക് ചായയും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി തന്ന് പള്ളീൻ്റെ തൊട്ട അയൽവാസി കൂടിയാണ്. ഇന്നും ആ പള്ളി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, ആ കുടുംബത്തിനുള്ള റാഹത്ത് കൊടുക്കട്ടെ, അവരെല്ലാ വിഷയത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. 10,000 രൂപ എളാപ്പ അതിലേക്ക് ഇപ്പോൾ തരാം എന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും വാങ്ങണം, അവരിൽ നിന്നല്ല വാങ്ങാനുള്ളത്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വലിയ സംഗതി. 2 ലക്ഷം റുപ്യ റഷീദില 2.5 ലക്ഷം. സെയ്ദ് അലവി 2.5 ലക്ഷം രൂപ പള്ളിപ്പണിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു ബർക്കത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷമാക്കി കൊടുക്കട്ടെ, ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. 100 ചാക്ക് സിമൻറ്റ് അലി ഹാജി. അല്ല ബിസിനസ്സൊക്കെ ഇപ്പോൾ വളരെ ക്ഷീണമാണ്. അള്ളാഹു താല പൂർണ്ണ ഇപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആരോഗ്യത്തിൽ ഉമ്മയും ബാപ്പയും പ്രായമുള്ള രോഗികളാണ്. ഉമ്മ വളരെ കടുപ്പിലാണ്. അള്ളാഹു പൂർണ്ണ കുരുത്തും പൊരുത്തുള്ള മക്കളെ അള്ളാഹു ആക്കട്ടെ. നമ്മളെല്ലാ വിഷയത്തിലും എന്ത് പറഞ്ഞാലും സഹകരിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ഓൽക്കൊക്കെ ഏറ്റി കൊടുക്കണം. ഞങ്ങൾക്ക് വലിയ പ്രഭുക്കന്മാരുടെ അടുത്തൊന്നും പോയി പിരിവെടുത്ത പരിചയമില്ല. നമ്മളെപ്പോലത്തെ സാധുക്കളുടെ അടുത്ത് നിന്ന് ചെറുതും വലുതുമായിട്ട് വാങ്ങലാണ്. അള്ളാഹു എന്നെ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം തമ്പുരാനെ. 100 ചാക്ക് സിമൻറ്റിൻ്റെ പൈസ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാസറിൻ്റെ കുട്ടിക്കാണ് അസുഖമുള്ളത്. അള്ളാഹു പൂർണ്ണ ശിഫ പള്ളിപ്പണിക്ക് എന്തെങ്കിലും തരണം. കുട്ടിയുടെ അസുഖം ഇൻഷാ അല്ലാഹ് മാറും. അള്ളാഹു പൂർണ്ണമായി അള്ളാഹ് ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പം ഇനിയിപ്പോൾ കുട്ടീൻ്റെ ചികിത്സയൊക്കെ കൂടിയായിട്ട് അതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടാവും. ഒക്കെ ഇപ്പം നമുക്ക് ആലോചിച്ചാൽ അറിയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കുട്ടീൻ്റെ ഒക്കെ അള്ളാഹ് ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, രോഗം അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് കുട്ടികളെ കേസിൽ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റിലുള്ള അവർക്കൊക്കെ അള്ളാഹ് പൂർണ്ണമായ ശിഫ അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനേയും പറയുന്നുണ്ടാ ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾ അസീസ് ഉസ്താദിനോട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ, നമ്മളോട് പറഞ്ഞാൽ മതി, ആരോട് പറഞ്ഞാലും അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് ചിലവാകും. ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ, സലാമത്ത് നൽകുമാറാകട്ടെ. ഫ്രണ്ടിലത്തെ വാതിൽ കെട്ടിൽ പണി തീർന്നു വരുമ്പോൾ ഫ്രണ്ടിലേക്കുള്ള വാതിൽ, അത് കട്ടിലോ വാതിലോ മൊത്തം വാതിൽ പൊളിയടക്കം കട്ടിലും അൻവറിലെ അൻവർ എന്ന് പറഞ്ഞ സഹോദരൻ ഏറ്റിട്ടുണ്ട്. അള്ളാഹു മൂപ്പർക്ക് സ്വർഗത്തിലേക്കൊരു വാതിൽ കൊടുക്കട്ടെ, സ്വർഗത്തിലേക്കൊരു വാതിൽ കൊടുക്കട്ടെ. പള്ളി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കൊട്ടാരമാണെന്ന് റസൂലുള്ളാഹി മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും പള്ളി പണിതാൽ ഓൽക്ക് സ്വർഗത്തിൽ കൊട്ടാരം പണിത് കഴിഞ്ഞു എന്നാ. നിങ്ങളോട് അങ്ങനെ മുത്തുനബി പറഞ്ഞ ഹദീസൊക്കെ വെച്ചിട്ടാണ് ധൈര്യമായിട്ട് വേറെ ഫില്ലറും ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹ് തരും. നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമേ ലക്ഷ്യമുള്ളൂ. അള്ളാഹു തആല പൂർണ്ണമായി ആ സംഭാവനകളും ധർമ്മങ്ങളും ഒക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, ഇതല്ലാഹ് പൂർത്തിയാക്കി തരുമാറാകട്ടെ. ബാവാജി സൗകര്യം വിശാലമാക്കാൻ വേണ്ടി 1 സെൻറ്റ് സ്ഥലം, സ്ഥലത്തിൻ്റെ ഉടമകൾ 1 സെൻറ്റ് സ്ഥലം, ഈ ഇവൻ്റെ വക്കത്തൊക്കെ 1 സെൻറ്റ് സ്ഥലം തരിക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളല്ലേ ഇപ്പോൾ അത്. അതാണ് നമുക്ക് വിശാലമാക്കാൻ വേണ്ടി 1 സെൻറ്റ് സ്ഥലം ഈ സ്ഥലത്തിൻ്റെ ഉടമ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അള്ളാഹു ഓൽക്ക് വലിയ ബർക്കത്ത് അള്ളാഹ് കൊടുക്കട്ടെ. പിന്നെ മാത്രമല്ല ഈ ഇരുത്തം, ഈ കമ്പി, ഈ പണി, ഈ കല്ലറക്കൽ ഇതൊക്കെ നടത്തുന്നത് ഈ സ്ഥലത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൽക്കിത് വലിയ ഉപകാരമുള്ള, നാളെ ആഖിറത്തേക്ക് ഉപകാരമുള്ളൊരു പറമ്പാക്കി കൊടുക്കട്ടെ. ഒരു തന്ന സംഭാവന ധർമ്മം അള്ളാഹു ജാരിയായ ധർമ്മമായി എന്നും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് നിർബന്ധിച്ച് കീർത്തിച്ച് ചോദിക്കണ പണി നമുക്കില്ല. നിങ്ങൾ കണ്ടറിഞ്ഞ് തരിക. എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മളെ പള്ളിയിൽ. ഇതിൽ പ്രത്യേകക്കാരൊന്നുമില്ല. എൻ്റെ അതേ ഉത്തരവാദിത്തം തന്നെയാണ് നിങ്ങൾക്കൊക്കെ. അസീസ് ഉസ്താദിൻ്റെ അതേ ഉത്തരവാദിത്തം തന്നെയാണ് നമുക്കൊക്കെ. അള്ളാഹു ഇത് ഭംഗിയാക്കി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമുക്ക് മരിക്കാൻ അള്ളാഹ് തൗഫീക്ക് നൽകുമാറാകും. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തങ്ങൾ ഉസ്താദ് ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്.
ഇപ്പോൾ എന്നും മാനസിക പ്രയാസം, നമുക്ക് മാനസിക പ്രയാസങ്ങളൊന്നും അങ്ങനെ കാണിക്കൂല. കാണിച്ചാൽ തന്നെ ഞാനതൊക്കെ തമാശാക്കി വിടലാണ്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് നല്ല റാഹത്തും സന്തോഷവും അല്ലാഹു കൊടുക്കട്ടെ. പ്രയാസം അറിയുമ്പോഴേ അറിഞ്ഞു തീർക്കുള്ളൂ, എപ്പോഴല്ലേ അറിഞ്ഞു തീർക്കുള്ളൂ? സുഖം മാത്രമായാൽ അറിഞ്ഞു തീർക്കൂലല്ലോ. അല്ലാഹു തആല എല്ലാവരുടെ പ്രയാസവും ഉൾക്കൊണ്ട് തീർക്കും. തങ്ങൾ പാപ്പ നമുക്ക് മടിയിൽ കയറിയിരിക്കാം, നമുക്ക് മടിയിൽ ഇരുത്താം, നമുക്ക് എന്തും ഒക്കെ പറ്റി നമ്മളെ തങ്ങളാണ്. അല്ലാഹു എല്ലാ ബർക്കത്തും അല്ലാഹു കൊടുക്കട്ടെ. മക്കളിൽ ബർക്കത്ത് ചെയ്യട്ടെ, ഖിദ്മത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാട്ടിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന നാട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ പദ്ധതികളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. സന്തോഷാക്കുമാർ. ഒന്നാം നിലൻ്റെ അടിഭാഗത്തുള്ള ടൈൽസോ മാർബിൾസോ എന്താ അതിൻ്റെ അടിയിലെ പണിയുടെ പകുതിയോ എന്താ നീ ആ പകുതി മുഴുവനായിക്കോട്ടെ, ആണ് നടന്നോളൂ. അപ്പം അതിനനുസരിച്ച് ചെയ്യായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി പകുതിക്ക് നമ്മളൊരാളെ തരേണ്ട പിന്നെ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂപ്പർക്ക് തന്നെ അല്ലാഹു തരും. ഈ പകുതി അല്ലാഹു തരണല്ലേ, ഒക്കെ അല്ലാഹു തരട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കൊടുക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നേർച്ചാക്കൊന്നും വേണ്ട, സാധിക്കുമെങ്കിൽ തന്നാൽ മതി. ബുദ്ധിമുട്ടിയാൽ ഒരു ഫീൽസും തരരുത്, ആരും തരരുത്. കടം വാങ്ങിയിട്ട് ഇടങ്ങാറായിട്ട് ഒരു ഫീൽസ് ആരും തരരുത്. ആശ്വാസത്തിൽ തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഒരു തൂണിൻ്റെ പൈസ ഉമ്മാൻ്റെ പേരിൽ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സിഹത്ത് നൽകട്ടെ. ഉമ്മാരോട് സ്നേഹം നമ്മളെ കൽബിലൊക്കെ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഉമ്മാർ വാപ്പാർ പറഞ്ഞ വലിയ സമ്പത്താണല്ലോ. അവർ ആ വലിയ ധർമ്മത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ഒരു കഷ്ടപ്പെട്ട രോഗങ്ങളൊന്നും ഉമ്മാക്കോ ഞമ്മക്കോ ആർക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ. ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പില്ലർ അങ്ങനെ ആയി. അൽഹംദുലില്ലാ. അല്ലാഹു റാഹത്ത് എഴുതി വെച്ചിട്ടില്ലേ ചെരുകുട്ടിയഞ്ചി? എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാണ് മരിച്ചാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അല്ലാഹു തആല രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ, സന്തോഷമാക്കി കൊടുക്കട്ടെ, റാഹത്താക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ഇനി എന്താ വേറെ ഒന്നുമില്ലല്ലോ. ഇനി എല്ലാവരുടെ മനസ്സിലും വെച്ചുങ്ങളും ആത്മാർത്ഥമായി ഇടപെടുക, ദ്വയർക്കുക. ഇത് വിളിച്ചറിയിക്കാനും പറയും. നിങ്ങൾ ചോദിക്കണം, നമ്മളെ പള്ളി എന്തായി, പള്ളീൻ്റെ കാര്യം എന്തായി എന്നൊരു അന്വേഷണം. അതൊരു സന്തോഷമാണ്. അല്ലാഹു അയച്ചിട്ട് നിങ്ങൾ പൊറുതി മുട്ടിച്ചും വേണ്ട, അങ്ങനെ ചോദിച്ചു കണ്ട് പൊറുതി മുട്ടിച്ചല്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല സമാധാനം അല്ലാഹു നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകുന്ന ചെറിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതും ഞങ്ങൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഈ സമയത്ത്, ഈ ചൂടുള്ള സമയത്ത്, പല പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയത് റബ്ബേ, നിൻ്റെ പള്ളിക്ക് വേണ്ടി, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അല്ലാഹ്, ഇത് കാരണമായി ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളൊക്കെ നീ വിട്ടുപുറത്തു മാഫാക്കണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ, ഞങ്ങളെ സഹോദരിമാർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചവർ, പ്രത്യേകിച്ച് ഞങ്ങളെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരും ഇനിയും സഹായിക്കുന്നവരും ഇനിയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവരും ഇതിനു വേണ്ടി പൂർത്തിയാക്കുന്നവരും അല്ലാഹുവേ, അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ സ്വദേശത്തും വിദേശത്തുമുള്ളവരുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മാഫ് നൽകണം റഹ്മാനെ. നിൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ദുന്യാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രണ്ട് ലോകത്തും നീ അഭിമാനം നൽകണം റഹ്മാനെ. മാനക്കേടിലാക്കരുതേ റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളൊക്കെ മനസ്സിൽ ഇതിനു വേണ്ടി ഏറ്റവരും ഇനി ഏൽക്കുന്നവരുമായി പലരുടെയും മനസ്സിൽ പല കാര്യങ്ങളുണ്ട് റബ്ബേ. എല്ലാ ഹൈറായ കാര്യങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. ദുന്യവിയും മുഖ്റവിയുമായ കാര്യങ്ങളൊക്കെ നീ പൂർത്തിയാക്കി സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ സദസ്സിലുണ്ട്, അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിലുണ്ട് റഹ്മാനായ അല്ലാഹുവേ. എല്ലാവർക്കും നീ ശിഫാ നൽകണം റഹ്മാനെ.
അർഹമുറാഹിമീനായ അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്നവർ, അതുപോലെ പള്ളിക്ക് വേണ്ടി ഒരു സെന്റ് തന്നവർ, മറ്റ് സ്ഥലങ്ങൾ തന്നവർ, അതുപോലെ മറ്റെല്ലാ നിലക്കും ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹായിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായ എല്ലാവർക്കും നീ ദുന്യാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ആഫത്ത്, മുസീബത്തുകൾ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. അള്ളാഹുവെ നീ ഖൈറും ബറക്കത്തും ഏറ്റി തരണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പലരും മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ, ഞങ്ങളെ സഹോദര സഹോദരിമാർ, പലരുടെയും ഭാര്യമാർ, വടസറബെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മൗഫിറത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവെ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളൊക്കെ നീ സ്വർഗ്ഗത്തോപ്പുകളാക്കണം റഹ്മാനെ. ഹയാത്തുള്ളവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സുകൾ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സുകൾ ഞങ്ങൾക്കൊക്കെ നീ നൽകി മരണം വരെ റബ്ബെ നിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള വേജാറ് നിനക്കറിയാമല്ലോ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിലുള്ള വേജാറ് നിനക്കറിയാമല്ലോ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്തുള്ള വിഷമം നിനക്കറിയാമല്ലോ റഹ്മാനെ. ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാ സ്ഥലങ്ങളിലും നീ അഭിമാനവും റാഹത്തും ഇസ്സത്തും വിജയവും നീ നൽകണം റഹ്മാനെ. അള്ളാഹുവെ നീ കണ്ടറിയണം റഹ്മാനെ. നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.